2024 സിവിൽ സർവീസ് പരീക്ഷയിൽ മിന്നും ജയം നേടി മലയാളികളും റാങ്ക് പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പരീക്ഷയിൽ മികച്ച വിജയം നേടിയ GP നന്ദനയ്ക്കൊപ്പം ദൂരദർശൻ പ്രതിനിധി സൈമ ചേരുന്നു. സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടി മലയാളികൾക്കെല്ലാം അഭിമാനമായിരിക്കുന്ന നന്ദന എന്ന കൊച്ചുമിടുക്കിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് പരീക്ഷയും വിജയത്തെ പറ്റിയും ഒക്കെ നന്ദനയോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. നന്ദന, വലിയ ഒരു മികച്ച നേട്ടം തന്നെയാണ് പരീക്ഷയിൽ നന്ദന സ്വന്തമാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിജയത്തെ കാണുന്നത്? എന്തായിരുന്നു ആദ്യമായി ഈ റിസൾട്ട് അറിയുമ്പോഴുള്ള ഒരു അനുഭവം എന്തായിരുന്നു? വലിയ സന്തോഷം. 47ാം റാങ്ക് കിട്ടിയതിൽ അങ്ങനെ അത്രയൊരു റാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. ലിസ്റ്റിൽ എവിടെയെങ്കിലും വരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം റിസൾട്ട് വന്നപ്പോൾ കണ്ടിരുന്നില്ല. എന്നെ ആദ്യം മുനിസാറാണ് മെസ്സേജ് വിളിച്ചതും പിന്നെ നിതിൻ സാറൊക്കെയാണ് മെസ്സേജ് അയച്ച് അറിയിച്ചത്. അപ്പോൾ വലിയ സന്തോഷം, എല്ലാവരുടെയും സപ്പോർട്ടിനും വലിയ സന്തോഷം. ഏത് ക്ലാസ് മുതലാണ്, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നന്ദനയ്ക്ക് ഈ ഒരു മേഖലയോട് അല്ലെങ്കിൽ സിവിൽ സർവീസിനോട് ഒരു ആഗ്രഹവും ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു ഇതിനേക്കുള്ള ഒരു തയ്യാറെടുപ്പുകൾ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ റിസൾട്ട് വരുമ്പോൾ ഉള്ള ഇന്റർവ്യൂസ് ഒക്കെ കണ്ട് ഈ എക്സാമിനെ കുറിച്ചൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് കോളേജിൽ എത്തുമ്പോഴാണ്. പിന്നീട് 2022 കോളേജ് കഴിഞ്ഞ ശേഷമാണ് ഫോർച്യൂണിൽ വരുന്നതും ഇവിടുത്തെ PCM ബാച്ച് അറ്റൻഡ് ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പരീക്ഷ എഴുതുന്നത്. ഇനിയിപ്പോ ഈ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, അല്ലെ ഇത് സ്വപ്നം കാണുന്നവർക്കായിട്ട് നന്ദനയ്ക്ക് എന്ത് ആണ് അവരോട് പറയാനുള്ളത്? ഞാനും അതുപോലെ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അച്ചീവ് ചെയ്ത പോലെ അവരും ഹാർഡ് വർക്ക് കാരണം അവർക്കും അവര് വിചാരിക്കുന്ന റാങ്കിൽ എത്താൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. നന്ദന എവിടെ പഠിച്ചതൊക്കെ? സ്കൂളാണ്, സ്റ്റേറ്റ് സ്കൂള്, എങ്ങനെയാണ്? ഞാൻ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്. 12ാം ക്ലാസ് വരെ. 10ാം ക്ലാസ് വരെ വാളകം രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. +2 ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം ഡിഗ്രി മാർവാനിയസ് കോളേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആയിരുന്നു.